ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. സ്ട്രോങ് റൂമുകളെല്ലാം തന്നെ ഉടൻ തന്നെ തുറക്കും. 8 മണിക്കാണ് പോളിംഗ്, 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ഒരു 8:30യോടുകൂടി ആദ്യ സൂചനകൾ നമുക്ക് ലഭ്യമാകും. ഒരു 10 മണിയോടുകൂടി ട്രെൻഡ് എന്താണെന്ന് വ്യക്തമാകും. ഒരു 12 മണിയോടുകൂടി അന്തിമ തെരഞ്ഞെടുപ്പ് ഫലം നമുക്കെല്ലാവർക്കും തന്നെ അറിയാൻ സാധിക്കും. ഇപ്പോൾ MP ചന്ദ്രശേഖരൻ നമ്മോടൊപ്പം ഉണ്ട്. ചന്ദ്രശേഖരൻ. രാജേന്ദ്രൻ, ഒരിക്കൽ കൂടി രാഷ്ട്രീയ ഇന്ത്യ ഏറ്റവും വലിയ താല്പര്യത്തോടു കൂടി ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എല്ലാ തവണയും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ബീഹാർ അത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ വലിപ്പം കൊണ്ട് ഒരു വലിയ സംസ്ഥാനമാണ് മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്ന് പറയാൻ ആവില്ല. ഒരു 12ാമത്തെയൊക്കെ വലിപ്പം അത്രയേ അതിന് വരൂ. പക്ഷേ രാഷ്ട്രീയ ഇന്ത്യയിൽ ബീഹാറിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. ബീഹാർ തരുന്ന സൂചനകൾ എന്താണ് എന്നത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇന്ത്യൻ സമ്മതിദായക മണ്ഡലം ആകെ തന്നെയും ശ്രദ്ധിക്കുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ഒരു ചരിത്രവും വളരെ വലുതാണ്. ആ ബീഹാറിലാണ് ഇപ്പോൾ 1 മണിക്കൂറിനകം വോട്ടെണ്ണൽ ആരംഭിക്കാൻ പോകുന്നത്. ഇത്തവണ ബീഹാറിലേക്ക് നോക്കിയ എല്ലാവർക്കും അറിയാം, നമ്മളെക്കാളേറെ പ്രേക്ഷകർക്കറിയാം, അവിടെ ഉണ്ടായിരുന്ന പേഴ്സൻറ്റേജ് വർധന, കൂടുതൽ പേർ വോട്ട് ചെയ്തു എന്നത്, കൂടുതൽ ശതമാനം കണക്കിനുള്ള വോട്ടിൻ്റെ കാര്യത്തിൽ ഒരു വലിയ കയറ്റം ബീഹാറിൽ ഉണ്ടായി എന്നത് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതാണ്. ഇത് ആളുകൾക്കുണ്ടായ ഒരു വർദ്ധിച്ച ആവേശമാണോ, SIRന് ശേഷം ഉണ്ടായ വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ കൂടി പ്രതിഫലിച്ചതാണോ, അതോ ബീഹാർ മറ്റെന്തോ ഒരു ജനവിധി കരുതി വയ്ക്കുന്നുണ്ടോ? ഇങ്ങനെ പേഴ്സൻറ്റേജ് വർദ്ധിച്ചപ്പോഴൊക്കെ ഭരണമാറ്റം ഉണ്ടായി എന്നൊരു വായന, രാഷ്ട്രീയ വായന അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് തന്നെയാണോ സംഭവിക്കാൻ പോകുന്നത്? ബീഹാറിൽ ഒരു തരംഗം, ബീഹാർ ജനത ഒരു തരംഗം ഇപ്പോൾ സൂക്ഷിക്കുന്നുണ്ടോ മനസ്സിൽ എന്നതൊക്കെയാണ് ചർച്ചാ വിഷയം. എന്താണ് രാജേന്ദ്രൻ ഇപ്പോൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനാവുക? ദീർഘകാലം ഉത്തരേന്ത്യയിൽ ജോലി ചെയ്തിട്ടുള്ള, അങ്ങനെ മാധ്യമപ്രവർത്തനം ആരംഭിച്ച ഒരാൾ കൂടിയാണ് രാജേന്ദ്രൻ എന്ന നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്. ഈ 15 വർഷക്കാലം ലാലു പ്രസാദ് യാദവ് തുടർച്ചയായിട്ട് ബീഹാർ ഭരിച്ചു. അങ്ങനെ 2005-ലാണ് അതിന് വിരാമമായത്. ആ 2005-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനായി ഞാൻ അന്ന് ബീഹാറിലുണ്ടായിരുന്നു. അന്ന് ബീഹാർ കേരളത്തേക്ക് അപേക്ഷിച്ച് ഒരു എനിക്ക് തോന്നുന്നത് ഒരു 75 വർഷമെങ്കിലും പിറകിലാണ്. ഇപ്പോഴൊരു 50 വർഷമെങ്കിലും പിറകിലാണ്. നമ്മളതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വിഷ്ണു തലവൂർ എങ്ങനെയാണ് കേരളവും ബീഹാറും തമ്മിലുള്ള വ്യത്യാസം, വീടുകൾ എങ്ങനെയാണ്, റോഡുകൾ എങ്ങനെയാണ്, ആശുപത്രികൾ എങ്ങനെയാണ്, അതെല്ലാം നമ്മളെ കാണിച്ചു വന്നു. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായൊരു വസ്തുത എന്നാൽ 2005-ലെ ലാലു പ്രസാദ് യാദവിൻ്റെ 15 വർഷക്കാലത്തെ ഭരണത്തിന് വിരാമമായ ആ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ വോട്ടിംഗ് പേഴ്സൻറ്റേജ് 45.8%. വെറും 45.8%. 20 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ വോട്ടിംഗ് പേഴ്സൻറ്റേജ് 69%. 69%-ലധികമാണ്. ഇതാണ് ബീഹാറിലെ വോട്ടർമാർക്കിടയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. അതിൽ 2 കാരണങ്ങൾ പറയുന്നു. ഒന്ന്, SIR എന്ന വിഷയം വലിയൊരു ചോദ്യചിഹ്നമായി വോട്ടർമാരുടെ എല്ലാം മുന്നിലെത്തിയപ്പോൾ ഇത് വോട്ട് ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ പൗരത്വം തന്നെ അപകടത്തിലാവും എന്ന രീതിയിലുള്ളൊരു വല്ലാത്തൊരു ഭീതി ജനങ്ങൾക്കിടയിലുണ്ടായി. അതുകൊണ്ട് ഇതൊരു തങ്ങളുടെ ഒരു ജനാധിപത്യപരമായ അവകാശം മാത്രമല്ല, ഇത് ജീവിക്കാനുള്ളൊരു അവകാശം. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്തേ ഇനി ഈ രാജ്യത്ത് നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൂട്ടത്തോട് വോട്ട് ചെയ്തു എന്നതാണ് ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, ശക്തമായ മത്സരമാണ് അവിടെ നടന്നത്, അതിശക്തമായ മത്സരം. ഇത് മറ്റ് പല സംസ്ഥാനങ്ങളും നമുക്കറിയാം. ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള, കോൺഗ്രസ് പ്രധാന മതേതര പാർട്ടിയായിട്ടുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം വിഭിന്നമായി ആ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ്സാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതേതര പാർട്ടി. നമ്മളത് ഹരിയാനയിലെല്ലാം തന്നെ കണ്ടതാണ്. ഹരിയാനയിലായാലും ഹിമാചൽ പ്രദേശിലായാലും അതുപോലെ ഉത്തരാഖണ്ഡിലായാലും എല്ലാം തന്നെ. അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി ഇവിടെ RJDക്കാണ് മതേതര ആ സഖ്യത്തിൻ്റെ നേതൃത്വം. ഈ RJDയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ ഒരു മതേതര പാർട്ടികൾ, അതിനകത്ത് ഒരുപാട് പരമാവധി ആൾക്കാർ, RJD, കോൺഗ്രസ്, CPIML, CPM, CPI, VIP, IIP, JJD, സ്വതന്ത്രർ എന്നിങ്ങനെ വളരെ വിശാലമായ ഒരു സഖ്യമാണ് അവിടെ ഇങ്ങനെ പ്രതിപക്ഷ നിരയിൽ നിന്ന് മത്സരിച്ചത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി 12 റാലികളെ അവിടെ അഭിസംബോധന ചെയ്തു. BJPയെ സംബന്ധിച്ചത് പ്രധാനമാണ്. BJPയുടെ ഒരു തന്ത്രമെന്ന് പറഞ്ഞാൽ ഇത്തവണ നിതീഷ് കുമാറിനെ മാറ്റി അവിടെ ഒരു BJPയുടെ ഒരു മുഖ്യമന്ത്രിയെ അവിടെ അവരോധിക്കുക എന്നുണ്ട്. അതെന്തായാലും നടക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. കഴിഞ്ഞ തവണ
JDU-വിനേക്കാൾ കൂടുതൽ സീറ്റ് BJP-ക്ക് കിട്ടി. പക്ഷേ വളരെ കുറച്ച് 3 സീറ്റുകളുടെ മാത്രം ഭൂരിപക്ഷമാണ് ആ സഖ്യത്തിൽ NDA-ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. പക്ഷേ ഇത്തവണ 2 കൂട്ടരും 101 വീതം സീറ്റുകളാണ് മത്സരിക്കുന്നത്. എങ്കിൽ പോലും അഥവാ NDA-ക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ പോലും നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രി ആയേക്കുമെന്ന ഒരു സൂചനയാണ് NDA കേന്ദ്രങ്ങളെല്ലാം തന്നെ നൽകുന്നത്. ചന്ദ്രശേഖരൻ. രാജേന്ദ്രൻ, ഈ ശതമാനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, പോളിംഗ് ശതമാനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, 65 ലക്ഷം വോട്ടർമാരെ SIR-ലൂടെ വോട്ടർമാരെ അല്ലാതാക്കി മാറ്റി എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ 65 ലക്ഷം വോട്ടർമാരിൽ കുറേ പേർ അവർ ഇല്ലാത്ത വോട്ടർമാരായിരിക്കാം എന്ന് കണക്കാക്കിയാൽ പോലും ദശലക്ഷക്കണക്കിന് വോട്ടർമാർ, അർഹരായ വോട്ടർമാർ വോട്ട് നിഷേധിക്കപ്പെട്ടു. അതിൽ ന്യൂനപക്ഷ സമുദായക്കാരുണ്ട്, അതിൽ പിന്നോക്കക്കാരുണ്ട്, അതിൽ ദലിതരുണ്ട് എന്ന വാർത്തകൾ നമുക്ക് മുമ്പിൽ ഉണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ മാധ്യമങ്ങൾ നമ്മുടെയും മുമ്പിൽ എത്തിച്ചതാണ്. തീർച്ചയായും ബീഹാർ ജനതയുടെയും മുമ്പിൽ ഉണ്ടാവില്ലേ ആ യാഥാർത്ഥ്യം? ആ 65 ലക്ഷം വോട്ടർമാർക്ക് കൂടിയാണ്, വെട്ടിയെറിയപ്പെട്ട 65 ലക്ഷം വോട്ടർമാർക്ക് കൂടിയാണ് തങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്നൊരു ധാരണ അവരെ ആവേശിച്ചിട്ടുണ്ടാകുമോ? അതിൻ്റെ എന്തെങ്കിലും ഫലം നമുക്ക് ഇനി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ അതിൽ വായിച്ചെടുക്കാനാവുമോ? രാജേന്ദ്രൻ, എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അതുണ്ടാവും. കാരണം 65 ലക്ഷം പേരുടെ വോട്ടുകൾ ഇല്ലാതായി, അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയെന്ന് പറയുമ്പോൾ അതിനകത്ത് അതിൻ്റെ കണക്കുകൾ തന്നെ പുറത്തു വന്നു. അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് ദളിതരാണ്, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ, അതോടൊപ്പം തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ. ഇതിൻ്റെ ഒരു കണക്ക് ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാക്കാവുന്ന മാറ്റത്തിൻ്റെ ചെറിയ കണക്കുകൾ. അതായത് കഴിഞ്ഞ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിൽ NDA സ്ഥാനാർത്ഥികൾ ജയിച്ചത് വെറും 1% മാത്രം വോട്ടുകൾ അധികമായി ലഭിച്ചു. 40 സീറ്റുകൾ ജയിച്ചത് വെറും 2% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. 52 സീറ്റുകളിലെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 5000 വോട്ടുകൾക്ക് താഴെയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ 65 ലക്ഷം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയ ഈ 62 ലക്ഷം, ശരിക്കും പറഞ്ഞാൽ 62 ലക്ഷമാണ് അന്തിമ കണക്കനുസരിച്ച്, അവരുണ്ടാക്കുന്ന ഈ മാറ്റം പറഞ്ഞാൽ അത് വളരെ നിർണായകമാണ്. അതിനകത്ത് ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നേട്ടം ലഭിക്കാൻ പോകുന്നത് NDA-ക്കാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനെ അതിജീവിക്കാവുന്ന രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ബീഹാറിലുണ്ടോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ മറ്റ് പല തെരഞ്ഞെടുപ്പുകളിലും ഈ മതേതര പാർട്ടികൾക്ക് സംഭവിക്കുന്നത് പോലുള്ളൊരു കാര്യം ബീഹാറിലും സംഭവിച്ചിട്ടുണ്ട്. അവിടെ മതേതര വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്ന്, നമ്മുടെ പ്രശാന്ത് കിഷോറിൻ്റെ ജൻസുരാജ് പാർട്ടിയുടെ സാന്നിധ്യം, ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം, അതുപോലെ ഒവൈസിയുടെ AIMIM-ൻ്റെ സാന്നിധ്യം. ഇവർ പിടിക്കുന്ന വോട്ടുകളായിരിക്കും ഈ മഹാസഖ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാവാൻ പോകുന്നത്. ചന്ദ്രശേഖരൻ. രാജേന്ദ്രൻ, ഒരു കാര്യത്തിലേക്ക് കൂടി വന്നാൽ, വീണ്ടും ഒരിക്കൽ കൂടി പോളിംഗ് ശതമാനത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, അവിടെ സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം, സ്ത്രീകളിലെ വോട്ടിംഗ് നിരക്ക് ഇത്തവണ 70%-ലേറെ ആണ്. 71.06 അങ്ങനെ എന്തോ ആണ് കൃത്യമായ ഫിഗർ. അത്രയേറെ പേർ വോട്ട് ചെയ്തിരിക്കുന്നു. അതേസമയം പുരുഷന്മാരുടെ വോട്ട് ശതമാനം 60-നടുത്താണ്, 60-ന് അല്പം മുകളിൽ, 62 പോയിന്റ് സംതിങ് അങ്ങനെയാണ് അവരുടെ വോട്ടിംഗ് ശതമാനം. സ്ത്രീകളുടെ ഒരു വർദ്ധിച്ച ആവേശത്തെയാണോ കാണിക്കുന്നത്? സ്ത്രീകളുടെ ഒരു ദൃഢനിശ്ചയത്തെ ആണോ കാണിക്കുന്നത്? ഇത് 10,000 രൂപ എന്ന ഘടകത്തിൽ മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ, അതോ മറ്റെന്തെങ്കിലും ബീഹാറിലെ സ്ത്രീജനങ്ങൾ അവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നുകൂടിയുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായി മാറില്ലേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? അങ്ങനെ നമുക്ക് ഈ വോട്ടെണ്ണൽ പൂർവ്വ മണിക്കൂറിൽ നമുക്ക് അങ്ങനെ കണക്കാക്കിക്കൂടെ രാജേന്ദ്രൻ? അതിനൊരു 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പുരുഷന്മാരിൽ സ്ത്രീകളെല്ലാം തന്നെ അവിടെയുണ്ട്, അവരുടെ ഗ്രാമങ്ങളിലുണ്ട്, വീടുകളുണ്ട്. അതേസമയത്ത് അവരുടെ തന്നെ ഭർത്താക്കന്മാരിൽ പലരും കേരളത്തിലെല്ലാം തന്നെയാണ് അവർ കുടിയേറ്റ തൊഴിലാളികളായി ഇന്ത്യയിലെ പല നഗരങ്ങളിലെല്ലാം തന്നെ തൊഴിലെടുക്കുന്നതാണ്. അതുകൊണ്ട് അതൊരു കാരണമാകാം. അതോടൊപ്പം തന്നെ നേരത്തെ ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ 10,000 രൂപ പുതിയ പദ്ധതിയാണ് കേട്ടോ. അത് പുതിയ പദ്ധതി 10,000 രൂപ ഇട്ടുകൊടുക്കുന്നു എന്നത് മാത്രമല്ല, വലിയൊരു വാഗ്ദാനം കൂടി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ 2 ലക്ഷം രൂപ വരെയാക്കുമെന്നായിരുന്നൊരു വാഗ്ദാനം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബീഹാറിലെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ
അവരെ സംബന്ധിച്ച് 10,000 രൂപ എന്ന് പറഞ്ഞാൽ അത് വലിയ തുകയാണ്